വെൽക്കം ബാക്ക് ടു ക്യു എ ഫോക്കസ്. ഇന്ന് നമ്മൾ ക്യു എ ഫോക്കസിൽ ഇലക്ട്രോ കെമിസ്ട്രിക്കകത്ത് കുറച്ച് ടോപ്പിക്സാണ് നോക്കുന്നത്. കൊളറാഷ്യസ് ലോ അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. നമ്മളൊരു ആപ്ലിക്കേഷൻ പറഞ്ഞത് മോളാർ കണ്ടക്ടിവിറ്റി ഇക്വലൻറ്റ് കണ്ടക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കൊളറാഷ്യസ് ലോ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി കൊളറാഷ്യസ് ലോ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. അതായത് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്, ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ അകത്തുള്ള കോൺസ്റ്റുവൻറ്റ് അയോൺസിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റിയുടെ സമ്മിന് ഈക്വൽ ആയിരിക്കും അല്ലേ. അതായത് അതിൻ്റെ അകത്ത് എത്ര അയോൺസ് ഉണ്ടോ, എന്തോരം അയോൺസ് ഉണ്ടോ ആ അയോൺസിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റിയുടെ സമ്മിന് ഈക്വൽ ആയിരിക്കും ആ ഇലക്ട്രോലൈറ്റിന് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അതുപോലെ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫൈനൈറ്റ് ഡൈലൂഷൻ ഒക്കെ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗ്രാഫ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീക്ക് ഇലക്ട്രോലൈറ്റും സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെയൊക്കെ കേസൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അതിന് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ന്യൂമറിക്കൽസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പം ലാസ്റ്റ് ക്ലാസ് ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്കും അല്ലേ നമ്മൾ ഈ ഗ്രാഫുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് ഓൾറെഡി. ഓക്കെ, ഇനിയിപ്പോൾ ഇന്ന് നമ്മൾ കൊളറാഷ്യസിലൂടെ ബാക്കി ആപ്ലിക്കേഷൻസിലേക്കാണ് പോകുന്നത്. നമുക്ക് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ നമുക്ക് കൊളറാഷ്യസിലോ വെച്ച് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് ടു കാൽക്കുലേറ്റ് ദി മോളാർ കണ്ടക്ടിവിറ്റി ഓർ ഇക്വലൻറ്റ് കണ്ടക്ടിവിറ്റി എന്നാണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കൊളറാഷ്യസ് ലോ അപ്ലൈ ചെയ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി എന്താ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ? Degree of dissociation alpha is equal to molar conductivity at any concentration. Molar conductivity at any concentration by molar conductivity at infinite concentration. Okay. Molar conductivity at any concentration by molar conductivity at infinite dilution. മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫൈനൈറ്റ് ഡൈലൂഷൻ. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അതായത് അറീനിയസ് തിയറി വെച്ചിട്ട് ഇലക്ട്രോലിറ്റിക് ഡിസോസിയേഷൻ്റെ കേസ് നമ്മൾ പറയുമ്പോഴത്തേക്കും നമ്മൾ ഡൈലൂഷൻ കൂട്ടുന്നതിനനുസരിച്ച് അവിടെ എന്തും കൂടിക്കൊണ്ടേയിരിക്കും, മോളാർ കണ്ടക്ടിവിറ്റിയും കൂടിക്കൊണ്ടേയിരിക്കും. അതായത് ഡൈലൂഷൻ കൂടുന്നതിനനുസരിച്ച് അയോൺസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം അയോൺസിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് എന്തും കൂടിക്കൊണ്ടേയിരിക്കും, മോളാർ കണ്ടക്ടിവിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. അറീനിയസ് തിയറി, അക്കോർഡിംഗ് ടു അറീനിയസ് തിയറി ഓഫ് ഇലക്ട്രോലിറ്റിക് ഡിസോസിയേഷൻ, ഓൺ ഇൻക്രീസിങ് ദി ഡൈലൂഷൻ ഡിഗ്രി ഓഫ് അയോണൈസേഷൻ ഓൾസോ ഇൻക്രീസസ്. അയോണൈസേഷൻ്റെ റേറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. അയോണൈസേഷൻ്റെ റേറ്റ് കൂടുകയാണെങ്കിൽ അയണൈസേഷൻ്റെ റേറ്റ് കൂടുകയാണെങ്കിൽ എന്തും കൂടിക്കൊണ്ടേയിരിക്കും, മോളാർ കണ്ടക്ടിവിറ്റിയും ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. മോളാർ കണ്ടക്ടിവിറ്റിയും ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊക്കെ സംഭവിക്കുന്നത് എപ്പോഴാണ്? ഡൈലൂഷൻ കൂടുമ്പോൾ. നോട്ട് ചെയ്തിട്ടോണേ. ഒരു 1 മാർക്ക് ക്വസ്റ്റിനകത്തൊക്കെ ചിലപ്പം കയറി ചോദിക്കാവുന്നതാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് ഓപ്ഷൻ തന്നിട്ട് കറക്റ്റ് ഏതാണെന്ന് ചൂസ് ചെയ്യാനൊക്കെ ആയിട്ട് ചിലപ്പം കയറി ചോദിക്കാവുന്നതാണേ. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ടു കാൽക്കുലേറ്റ് ദ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ്. വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് KA അല്ലെങ്കിൽ KB, ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കൊളറാഷ്യസ് ലോ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ KA ഓർ KB എന്ന് പറയുന്നത് C concentration into alpha degree of dissociation minus alpha square ആണ്. 1 minus alpha ആയിരിക്കും. ഇതൊരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്, പഠിച്ചിട്ടോണം. ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ടോണം. ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് സാധാരണ ഇത് ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽസ് ഒക്കെ ചോദിക്കാറുള്ളതാണ്. ആൽഫയും സിയും ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഒരു 1 മാർക്ക് ക്വസ്റ്റിനൊക്കെ ആണെങ്കിൽ ആൽഫയും സിയും ഒക്കെ തന്നിട്ട് നമുക്ക് KA ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കും. ഇനി കൂടുതൽ മാർക്കിലേക്കൊക്കെയാണ് വരുന്നതെങ്കിൽ ആൽഫയും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് KA അല്ലെങ്കിൽ KB ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ നേരിട്ട് ക്വസ്റ്റിന് തന്നിട്ടുണ്ടാകില്ല.
ഇനി നമുക്കറിയാം ആൽഫ എന്ന് പറയുന്നത് അറ്റ് എനി കോൺസെൻട്രേഷൻ ബൈ അറ്റ് ഇൻഫൈനൈറ്റ് ഡൈല്യൂഷൻ ആണ്. അങ്ങനെയെങ്കിൽ ഇത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ദറ്റ് ഈസ് കെ ഈക്വൽ സി ഇൻറ്റു ഹോൾ സ്ക്വയർ ബൈ 1 മൈനസ് ശരിയാണോ? സ്ക്വയർ ബൈ സ്ക്വയർ ബൈ ഇവിടെ എൽസിയം എടുക്കുമ്പോൾ ബൈ ആര് വരും അല്ലേ? ഇവിടെ എൽസിയം എടുക്കുമ്പോൾ ഇത് ഇപ്പുറത്തേക്ക് വരും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ബൈ ആരുണ്ട് ഡിനോമിനേറ്ററിൽ? മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫൈനൈറ്റ് ഡൈല്യൂഷൻ അവിടെ ഉണ്ട്. ശരിയാണോ? ഇനി ഇവിടെ ഈ രണ്ട് ടേംസും ക്യാൻസലായി പോവും. ബാക്കി നമുക്ക് എന്താ കിട്ടുക? സി അറ്റ് എനി കോൺസെൻട്രേഷൻ സ്ക്വയർ ബൈ താഴെ ഓൾറെഡി ഈ ഒരു ടേം താഴേക്ക് വരും. ബ്രാക്കറ്റിനകത്ത് ആരുണ്ട്? ഈ രണ്ട് ടേംസ് അല്ലേ? ഈ റിസൾട്ടും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ടോണം. ക്ലിയർ ആയോ? Dissociation constant in terms of degree of dissociation, dissociation constant in terms of molar conductivity. ക്ലിയർ ആയോ? ഇത് രണ്ടും ഈ രണ്ട് ഇക്വേഷനും പഠിച്ചിട്ടോണം കേട്ടോ. ഇതും ഇതും. ഓക്കെ, ഇനി ഇതിനകത്ത് വരുന്ന നെക്സ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടു കാൽക്കുലേറ്റ് ദ സൊല്യൂബിലിറ്റി ഓഫ് സ്പാരിംഗ്ലി സൊല്യൂബിൾ സോൾട്ട്. സ്പാരിംഗ്ലി സൊല്യൂബിൾ എന്ന് വെച്ചാൽ എന്താ? കുറച്ച് മാത്രം ഡിസോൾവ് ചെയ്യുന്നത്, ചെറിയ എമൗണ്ടിൽ മാത്രം ഡിസോൾവ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ എമൗണ്ടിൽ മാത്രം ഡിസോൾവ് ചെയ്യുന്നതിൻ്റെ സൊല്യൂബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്, ചെറിയ എമൗണ്ടിൽ മാത്രം ഡിസോൾവ് ചെയ്യുന്ന സോൾട്ടിൻ്റെ സൊല്യൂബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് കൊളറാഷ്യസ് ലോ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സ്പാരിംഗ്ലി സൊല്യൂബിൾ എന്ന് പറയുമ്പോഴത്തേക്കും തീരെ ചെറിയ എമൗണ്ടിൽ മാത്രം ഡിസോൾവ് ചെയ്യുന്നതാണ്. ഓക്കെ ആണോ? ഇനി സ്പാരിംഗ്ലി സൊല്യൂബിൾ ആണെങ്കിൽ, വളരെ കുറച്ച് മാത്രം ഡിസോൾവ് ചെയ്യുന്നതിൻ്റെ കേസിലാണെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് സൊല്യൂബിലിറ്റിക്ക് ഈക്വൽ ആയിട്ടാണ് എടുക്കുന്നത്. കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു സൊല്യൂബിലിറ്റി. എവിടെയാണ്? സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ. സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു സൊല്യൂബിലിറ്റി ആയിട്ടാണ് എടുക്കുന്നത്. ആരുടെ കേസിൽ? സ്പാരിംഗ്ലി സൊല്യൂബിൾ സോൾട്ടിൻ്റെ കേസിൽ. മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫൈനൈറ്റ് ഡൈല്യൂഷൻ എന്ന് പറയുന്നത് K × 1000 ബൈ മൊളാരിറ്റി കോൺസെൻട്രേഷൻ ടേം. ഇവിടെ K എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ടേം ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ നമ്മളിവിടെ പറയുന്നുണ്ട് കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു സൊല്യൂബിലിറ്റി ആണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ എമ്മിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? സൊല്യൂബിലിറ്റി എസ് കൊടുക്കാം.
സൊല്യൂബിലിറ്റി എസ് കൊടുക്കാം. ഇതെന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ടേമാണ്, കോൺസെൻട്രേഷനാണ്. കെ എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റിയാണ്. കെ കണ്ടക്ടിവിറ്റിയാണ്, ഇത് കോൺസെൻട്രേഷനാണ്. അങ്ങനെയെങ്കിൽ കോൺസെൻട്രേഷൻ ആർക്ക് ഈക്വലായിട്ട് നമുക്ക് പറയാം? സൊല്യൂബിലിറ്റിക്ക് ഈക്വലായിട്ട് പറയാം. ആരുടെ കേസിൽ? സ്പാരിംഗ്ലി സൊല്യൂബിൾ സോൾട്ടിൻ്റെ കേസിൽ. കെ ഈസ് ദി കണ്ടക്ടിവിറ്റി എന്ന് നമുക്കറിയാം. ലാറ്റി എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ടേമാണ്. അപ്പോൾ കോൺസെൻട്രേഷന് പകരം നമുക്ക് ആരെ കൊടുക്കാം? എസ് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം? 1000/S എന്ന് എഴുതാം. അല്ലെങ്കിൽ സൊല്യൂബിലിറ്റി എസ് ഈസ് ഈക്വൽ ടു K into 1000 by molar conductivity at infinite dilution. ക്ലിയർ ആയോ? ഇന്ന് പഠിച്ച ഈക്വേഷൻസ് എല്ലാം ഒന്ന് നോട്ട് ചെയ്തോണം, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റനും ലോങ് ആൻസർ ടൈപ്പിൻ്റെ പാർട്ടായിട്ടും ന്യൂമറിക്കലായിട്ടും 1 മാർക്ക് 2 മാർക്ക് 3 മാർക്കിനൊക്കെ അല്ലെങ്കിൽ 4 മാർക്കിനൊക്കെ 2-3 ക്വസ്റ്റ്യൻസ് ക്ലബ് ചെയ്തിട്ടൊക്കെ ആണെങ്കിലും ചോദിക്കാറുള്ളതാണ്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ ബേസ് ചെയ്ത് വരുന്ന ന്യൂമറിക്കൽസ് ഒന്ന് നോക്കാം. ന്യൂമറിക്കൽസ് നോക്കാം. ഇക്വേഷൻസ് ഒന്നും കൂടി നോട്ട് ചെയ്തണം. സൊല്യൂബിലിറ്റി കെ കണ്ടക്ടിവിറ്റി 1000 by മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫൈനൈറ്റ് ഡൈലൂഷൻ ആണ് അല്ലേ? ഇത് കോൺസെൻട്രേഷൻ ടേം ആണ്. കോൺസെൻട്രേഷൻ ടേമിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? സൊല്യൂബിലിറ്റി കൊടുക്കാം. കെ കണ്ടക്ടിവിറ്റി ആണ്. ദെൻ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് എനി കോൺസെൻട്രേഷൻ ബൈ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫൈനൈറ്റ് ഡൈലൂഷൻ. അതുപോലെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് കെ എ ഈക്വൽ ടു സി ഇൻറ്റു ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ. നമുക്ക് ആൽഫയ്ക്ക് പകരം നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതായിരിക്കും. സി ഇൻറ്റു മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് എനി കോൺസെൻട്രേഷൻ്റെ സ്ക്വയർ ബൈ അറ്റ് ഇൻഫൈനൈറ്റ് ഡൈലൂഷൻ വിതിൻ ബ്രാക്കറ്റ് അറ്റ് ഇൻഫൈനൈറ്റ് ഡൈലൂഷൻ മൈനസ് അറ്റ് എനി കോൺസെൻട്രേഷൻ. ക്ലിയർ ആയോ? ഓക്കെ, ന്യൂമറിക്കൽസ് നോക്കാം. ഇമ്പോർട്ടൻ്റ് ടൈപ്പ് ക്വസ്റ്റൻ ആണ്, സാധാരണ ചോദിക്കാറുള്ളത് തന്നെയാണ് കേട്ടോ. വൺസ് അഗെയിൻ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറന്നു പോരുതേ. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോയേക്കരുത്. ഓക്കെ, ക്വസ്റ്റനിലേക്ക് പോരാം. ദി കണ്ടക്ടിവിറ്റി ഓഫ് തന്നിട്ടുണ്ട് വാല്യൂ അല്ലേ? 0.0018 വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, അസറ്റിക് ആസിഡ് ഈസ് 4.95 × 10⁻⁻5 വാല്യൂ ഒക്കെ തന്നിട്ടുണ്ട്. എന്താ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്? ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ്. ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി മോളാർ കണ്ടക്ടിവിറ്റി ആയിട്ട് ഇൻഫൈനൈറ്റ് ഡൈലൂഷൻ തന്നിട്ടുണ്ട്, വാല്യൂസൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ക്ലിയർ ആണോ? ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഓക്കെ, കെ ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫയാണ്. സി ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആദ്യം നമുക്ക് ആൽഫ കിട്ടണം. ശരിയാണോ? ആൽഫ കിട്ടണം. ആൽഫ കിട്ടാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. അറ്റ് എനി കോൺസെൻട്രേഷൻ ബൈ അറ്റ് ഇൻഫൈനൈറ്റ് ഡൈലൂഷൻ.
ശരിയാണോ? പക്ഷേ ക്വസ്റ്റ്യനകത്ത് ഇത് തന്നിട്ടില്ല. നോക്കിയേ തന്നിട്ടുണ്ടോന്ന്. അറ്റ് എനി കോൺസെൻട്രേഷൻ തന്നിട്ടില്ല. നമുക്ക് ഇൻഫൈനൈറ്റ് ഡൈലൂഷൻ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. പിന്നെ തന്നിരിക്കുന്നത് കണ്ടക്ടിവിറ്റിയാണ്. ശരിയാണോ? അപ്പോൾ ഈ ടേംസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദാറ്റ് ഈസ് K ഇൻറ്റു കണ്ടക്ടിവിറ്റി ഇൻറ്റു 1000 ബൈ കോൺസെൻട്രേഷൻ. ദാറ്റ് ഈക്വൽ ടു കണ്ടക്ടിവിറ്റി 4.95 ഇൻറ്റു 10⁻⁻5 ആണ്, ഇൻറ്റു 1000 ബൈ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 1028 അല്ലേ, 1028. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 48.15 ആണ്. 48.15. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൽഫ ഇനി ഫൈൻഡ് ഔട്ട് ചെയ്യാമല്ലോ. ആൽഫയുടെ ഇക്വേഷൻ എന്തായിരുന്നു അല്ലേ? ദാറ്റ് ഈക്വൽ ടു 48.15 ബൈ, ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. അറ്റ് ഇൻഫിനൈറ്റ് ഡൈലൂഷൻ ഇസ് 390.5 തന്നിട്ടുണ്ട്. 5 ദാറ്റ് ഈക്വൽ ടു, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.123 ആണ്. 0.123. ഇനി നമുക്ക് കെ എ കിട്ടും അല്ലേ. കെ എക്കകത്ത് ഈ ആൽഫയുടെ വാല്യൂ ഇട്ട് കൊടുത്താൽ മാത്രം മതി. സി എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ആണ് അല്ലേ. കോൺസെൻട്രേഷൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്. വാല്യൂ നേരിട്ട് അങ്ങോട്ട് കൊടുത്തേക്കാം. 0.001028 ഇൻറ്റു ആൽഫയുടെ വാല്യൂ കിട്ടിയത് 0.123 അല്ലേ. അതിൻ്റെ സ്ക്വയർ ബൈ 1 മൈനസ് 0.123. ഇക്വേഷൻ ഇതാണ് അല്ലേ. സി എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ ടേം ആണ്. ആൽഫ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ്. നമ്മളത് ഫൈൻഡ് ഔട്ട് ചെയ്തു. 0.123 ആണ്. നേരിട്ട് നമ്മൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. സൊല്യൂഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 1.78 ഇൻറ്റു 10⁻⁻5 ആണ്. 1.78 ഇൻറ്റു 10⁻⁻5 ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ കേട്ടോ. ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് ആണ് കിട്ടേണ്ടത്. ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് കിട്ടണം. പക്ഷേ ക്വസ്റ്റ്യന് നമുക്ക് ആൽഫ തന്നിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ആൽഫ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ ആൽഫ ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് എനി കോൺസെൻട്രേഷൻ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ അതും ഫൈൻഡ് ഔട്ട് ചെയ്യണം. അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് K ഇൻറ്റു 1000 ബൈ എം ആണ്. ഇതിന് വേണ്ടുന്ന ടേംസ് എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്, കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ആദ്യം മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് എനി കോൺസെൻട്രേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൽഫ കിട്ടും. ആൽഫ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്ന് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിനകത്ത് തന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. ഒത്തിരി കാര്യങ്ങളുള്ള ഒറ്റ ക്വസ്റ്റ്യനാണേ. പഠിച്ചോണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദി കണ്ടക്ടിവിറ്റി ഓഫ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് AgBr അറ്റ് 298 Kelvin വാല്യൂ തന്നിട്ടുണ്ട്. സീമൻ അല്ലേ, cm⁻⁻1. ഇനി അറ്റ് ഇൻഫൈനൈറ്റ് ഡൈലൂഷനുള്ള കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ സൊല്യൂബിലിറ്റി ആൻഡ് സൊല്യൂബിലിറ്റി പ്രോഡക്റ്റ്. സൊല്യൂബിലിറ്റിയും സൊല്യൂബിലിറ്റി പ്രോഡക്റ്റും ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കിയേ.
സൊല്യൂബിലിറ്റി ആൻഡ് സൊല്യൂബിലിറ്റി പ്രോഡക്റ്റ്. AgBr സ്പാരിംഗ്ലി സൊല്യൂബിൾ ആണ്. വായിച്ചോ. നമുക്ക് AgBr അല്ലേ, സിൽവർ ബ്രോമൈഡ്. നമുക്ക് Ag പ്ലസും Br മൈനസുമായിട്ട്, ഇതിൻ്റെ സൊല്യൂബിലിറ്റി എസ് ആണ്, ഇതിൻ്റെ സൊല്യൂബിലിറ്റി എസ് ആണ്. അങ്ങനെയാണെങ്കിൽ AgBrൻ്റെ സൊല്യൂബിലിറ്റി പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എസ് ഇൻറ്റു എസ്, ദാറ്റ് ഈക്വൽ ടു എസ് സ്ക്വയർ ആയിരിക്കും. ആദ്യം നമുക്ക് ഇതിനകത്ത് നിന്ന് എസ് കിട്ടണം, സൊല്യൂബിലിറ്റി കിട്ടണം അല്ലേ, സൊല്യൂബിലിറ്റി കിട്ടണം. അപ്പോൾ സ്പാരിംഗ്ലി സൊല്യൂബിളിൻ്റെ കേസിൽ നമ്മൾ പറയുന്നത് സൊല്യൂബിൾ സോൾട്ട് ആണെങ്കിൽ സാച്ചുറേറ്റഡ് സൊല്യൂഷനകത്ത് കോൺസെൻട്രേഷൻ സൊല്യൂബിലിറ്റിക്ക് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ശരിയാണോ? കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സൊല്യൂബിലിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പം പറഞ്ഞത് ഇക്വേഷൻ ഒന്നും കൂടി ഒന്ന് എഴുതാവേ. 1000 ബൈ കോൺസെൻട്രേഷൻ ടേം ആണ്. ഈ കോൺസെൻട്രേഷൻ ടേം എന്ന് പറയുന്നത് സൊല്യൂബിലിറ്റിക്ക് ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ K ഇൻറ്റു 1000 ബൈ അല്ലേ, എമ്മിന് പകരം എസ് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ സൊല്യൂബിലിറ്റി എസ് എന്ന് പറയുന്നത് K ഇൻറ്റു 1000, ക്ലിയർ അല്ലേ, 1000 ബൈ ആര് വരും ഇവിടെ, ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി, നമ്മുടെ ആൻസറായി. ക്വസ്റ്റിനകത്ത് എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. കെയുടെ വാല്യൂ തന്നിട്ടുണ്ട്. നോക്കിയേ കെ എത്രയാണ് തന്നിരിക്കുന്നതെന്ന്. കണ്ടക്ടിവിറ്റി ഓഫ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അറ്റ് തന്നിട്ടുണ്ട് അല്ലേ. ഇനി ഇൻഫൈനൈറ്റ് ഡൈല്യൂഷനിലുള്ള വാല്യൂ തന്നിട്ടുണ്ട്. നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി, നമുക്ക് ആൻസർ കിട്ടും. വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും കെ എന്ന് പറയുന്നത് 8.5 ഇൻറ്റു 10⁻⁷ ആണ്. ഇൻറ്റു അവിടെ ആരുണ്ട്, ഒരു 1000 ഉണ്ട്, ബൈ ഇനി λ0m വാല്യൂ എന്ന് പറയുന്നത് 140 അല്ലേ, 140. ഇനി ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.06 ഇൻറ്റു 10⁻⁻⁴ ആണ്. 10⁻⁻⁴ മോൾ പെർ ലിറ്റർ. ക്ലിയർ ആയോ? ഇനി നമുക്ക് ആരെയാണ് കിട്ടേണ്ടത്? സൊല്യൂബിലിറ്റി പ്രോഡക്റ്റ് ആണ്. സൊല്യൂബിലിറ്റി പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സൊല്യൂബിലിറ്റിയുടെ സ്ക്വയർ ആണ്. സൊല്യൂബിലിറ്റി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ. 0.06 ഇൻറ്റു 10⁻⁻⁴ മോൾ പെർ ലിറ്റർ ആണ്. 10⁻⁻⁴. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേക്കണേ ഒന്ന്. 10⁻⁴ തന്നെയാണ് വരുന്നതെന്നാണ് തോന്നിയത്. ഒന്ന് റഫായിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു, എന്നാലും ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. ഓക്കെ, ഇനി നമുക്ക് സൊല്യൂബിലിറ്റി പ്രോഡക്റ്റ് കിട്ടാനായിട്ട് വലിയ പാടൊന്നുമില്ല. 0.06 ഇൻറ്റു 10⁻⁻⁴ ഹോൾ സ്ക്വയർ ചെയ്താൽ മാത്രം മതി. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 3.6 ഇൻറ്റു 10⁻⁻8 ആണ്. 3.6 ഇൻറ്റു 10⁻⁻8 ആണ്. 3.6 ഇൻറ്റു 10⁻⁻8. ഇവിടെ സ്ക്വയർ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇതെന്ത് വരും? മോൾ സ്ക്വയർ പെർ ലിറ്റർ സ്ക്വയർ. മോൾ സ്ക്വയർ പെർ ലിറ്റർ സ്ക്വയർ. 3.6 ഇൻറ്റു 10⁻⁻8 മോൾ സ്ക്വയർ പെർ ലിറ്റർ സ്ക്വയർ. ക്ലിയർ ആയോ? അപ്പോൾ ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. ഓക്കെ.